നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നൊരു മന്ത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഇഷ്ടകാര്യ സിദ്ധിക്കായിട്ട് ചൊല്ലാവുന്ന സുബ്രഹ്മണ്യ മന്ത്രത്തെയാണ് പറയുന്നത്. ചൊവ്വയുടെ 2025 എന്നുള്ളത് ചൊവ്വയുടെ അതിവർഷമാണ്, അതിമാരക വർഷമാണ്. അതിന്റെ ഗുണഗണങ്ങളും നമുക്ക് നേടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രീതിപ്പെടുത്താവുന്നതാണ്. സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ നിങ്ങൾക്ക് പ്രയോജനങ്ങൾ ചെയ്യുന്നതാണ്. പൊതുവെ 2025 കൂടുതൽ ഫലദാനം ചെയ്യുന്നതാണ്. ഇനിയുള്ള കാലം സുബ്രഹ്മണ്യ സ്വാമിയുടെ നിയന്ത്രണത്തിലാണ് എന്ന് തന്നെ പറയണം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇഷ്ടകാര്യ സിദ്ധിക്ക് ജപിക്കാവുന്ന സുബ്രഹ്മണ്യ മന്ത്രത്തെയാണ്. ഈ സ്തോത്രത്തെ 21 ദിവസം തുടർച്ചയായിട്ട് ജപിക്കുക. ഒരു ദിവസം 21 പ്രാവശ്യം എന്ന കണക്കിൽ 21 ദിവസം തുടർച്ചയായിട്ട് ജപിക്കുമ്പോൾ അതിന്റെ പൂർണ്ണ ഫലം കിട്ടുന്നതാണ്. ഏതെങ്കിലും ഒരു ആവശ്യം മനസ്സിൽ കരുതിക്കൊണ്ട് ആ ആവശ്യം പൂർത്തീകരിക്കുന്നതിന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രത്തെ ഉപയോഗിക്കുക. എന്നാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ധാർമ്മികമായിരിക്കണം. അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ട് വിപരീത ഫലങ്ങൾ പിടിച്ചു പറ്റാതിരിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ ധാർമ്മികമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അത് നിവർത്തിത്തരും. ഈ മന്ത്രം നിങ്ങൾക്ക് അതിനായിട്ട് പ്രയോജനപ്പെടും. ഒരു ദിവസം 21 പ്രാവശ്യം വീതം 21 ദിവസം തുടർച്ചയായിട്ട് ജപിക്കുക. നമുക്കിനി ഇഷ്ടകാര്യ സിദ്ധിക്ക് ചൊല്ലാവുന്ന സുബ്രഹ്മണ്യ സ്തോത്രത്തെ പരിചയപ്പെടാം. ഷടാനനം ചന്ദന ലേപിതാംഗം മഹാത്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രസ്യസൂനും സുരസൈന്യനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രബദ്ധി ആശ്ചര്യവീര്യം സുകുമാരരൂപം തേജസ്വിനം ദേവഗണാധിവന്ദ്യം ഏണാങ്ക ഗൗരി തനയം കുമാരം സ്കന്ദം വിശാഖം സതതം നമാമി സ്കന്ദായ കാർത്തികേയായ പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ എന്നാണ്. ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഷടാനനം ചന്ദന ലേപിതാംഗം മഹാത്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രസ്യസൂനം സുരസൈന്യനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ ആശ്ചര്യവീരം സുകുമാരരൂപം തേജസ്വിനം ദേവഗണാധിവന്ദ്യം ഏണാങ്ക ഗൗരി തനയം കുമാരം സ്കന്ദം വിശാഖം സതതം നമാമി സ്കന്ദായ കാർത്തികേയായ പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ഷടാനനം ചന്ദന ലേപിതാംഗം മഹാത്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രസ്യസൂനും സുരസൈന്യനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രബദ്ധി ആശ്ചര്യവീര്യം സുകുമാരരൂപം തേജസ്വിനം ദേവഗണാധിവന്ദ്യം ഏണാങ്ക ഗൗരി തനയം കുമാരം സ്കന്ദം വിശാഖം സതതം നമാമി സ്കന്ദായ കാർത്തികേയായ പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ഷടാനനം ചന്ദന ലേപിതാംഗം മഹാത്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രസ്യസൂനം സുരസൈന്യനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ ആശ്ചര്യവീരം സുകുമാരരൂപം തേജസ്വിനം ദേവഗണാധിവന്ദ്യം ഏണാങ്ക ഗൗരി തനയം കുമാരം സ്കന്ദം വിശാഖം സതതം നമാമി സ്കന്ദായ കാർത്തികേയായ പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ഷടാനനം ചന്ദന ലേപിതാംഗം മഹാത്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രസ്യസൂനും സുരസൈന്യനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രബദ്ധി ആശ്ചര്യവീര്യം സുകുമാരരൂപം തേജസ്വിനം ദേവഗണാധിവന്ദ്യം ഏണാങ്ക ഗൗരി തനയം കുമാരം സ്കന്ദം വിശാഖം സതതം നമാമി സ്കന്ദായ കാർത്തികേയായ പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ഷടാനനം ചന്ദന ലേപിതാംഗം മഹാത്ഭുതം ദിവ്യമയൂരവാഹനം രുദ്രസ്യസൂനം സുരസൈന്യനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ ആശ്ചര്യവീരം സുകുമാരരൂപം തേജസ്വിനം ദേവഗണാധിവന്ദ്യം ഏണാങ്ക ഗൗരി തനയം കുമാരം സ്കന്ദം വിശാഖം സതതം നമാമി സ്കന്ദായ കാർത്തികേയായ പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. പുലർച്ചയോടെ ശരീരശുദ്ധി വരുത്തിക്കൊണ്ട് സുബ്രഹ്മണ്യ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രത്തെ 21 പ്രാവശ്യം ചൊല്ലുക. തുടർച്ചയായിട്ട് അത് 21 ദിവസം ആവർത്തിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമെന്ന് ഉറപ്പാണ്. ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും മന്ത്രങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.